വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. പൾസർ സുനിയുടെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. വൻ സ്രാവുകൾ 2 ദിവസത്തിനകം കുടുങ്ങുമെന്നാണ് പൾസർ സുനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്രാവുകൾക്കൊപ്പം നീന്തുകയാണെന്നും പൾസർ സുനി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുന്നു. സിബി, വീണ്ടും പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വൻ സ്രാവുകളുണ്ട്. വൻ സ്രാവുകൾക്കൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്രാവുകൾ പുറത്തു വരുമെന്നാണ് സുനി പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? സോമി, കഴിഞ്ഞ ദിവസവും പൾസർ സുനി ഇന്നലെ തൃശൂർ കോടതി അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പൾസർ സുനി പറഞ്ഞത് താൻ സ്രാവുകൾക്കൊപ്പം നീന്തുകയാണ് എന്ന് തന്നെയാണ്. അതായത് വൻ സ്രാവുകൾ ഈ കേസിന് പിന്നിലുണ്ട്, ഈ കേസിന് പിന്നിൽ താൻ മാത്രമല്ല ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു സുനി പറഞ്ഞത്. ആ വാർത്ത തന്നെയാണ് ഇന്ന് സുനി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. സ്രാവുകൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ പിടിയിലാവും എന്ന് സുനി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെയും സുനി ഇക്കാര്യം പറയുകയുണ്ടായി. അതിന്റെ ആവർത്തനം എന്നുള്ളതാണ് ഇന്ന് സുനി പറഞ്ഞത്. ഇന്നലെ സുനി പറഞ്ഞത് താൻ വൻ സ്രാവുകൾക്കൊപ്പം നീന്തുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ഇവർ 2 ദിവസത്തിനുള്ളിൽ കുടുങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നീങ്ങുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഈ കേസിൽ പൾസർ സുനി മാത്രമല്ല, പൾസർ സുനിയുടെ പിന്നിൽ ആളുണ്ട് എന്ന് കൃത്യമായി പോലീസിന് വ്യക്തമായിരുന്നു. ആദ്യം ഈ കേസിൽ പൾസർ സുനി പ്രധാനമായും താൻ നടിയോടുള്ള വൈരാഗ്യം മൂല്യമാണ് ചെയ്തത്. ഇതിന് പിന്നിൽ ആരുമില്ലെന്നായിരുന്നു പൾസർ സുനി പറഞ്ഞ ആദ്യം മൊഴി നൽകിയത്. എന്നാൽ പിന്നീട് മൊഴി മാറ്റിക്കൊണ്ട് പൾസർ സുനി തന്നെ കൊണ്ട് ചെയ്യിച്ചാണ് ഇതിന് പിന്നിൽ ആളുണ്ടെന്ന് പൾസർ സുനി വ്യക്തമാക്കുകയും ഈ സാഹചര്യത്തിലാണ് പോലീസ് നിർണായകമായ ഒരു അന്വേഷണം വഴിത്തിരിവിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വാർത്തകളും തെളിവുകളും വന്നത്. ഇതിനുശേഷമാണ് പൾസർ സുനി തന്നെ മാധ്യമങ്ങളോട് വൻ സ്രാവുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദിലീപിനും നാദൃഷിക്കുമായി അടക്കമുള്ള സിനിമാക്കാർക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ കേസിൽ ആരോപണം എതിരായി നിൽക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതികൾ വരാനുണ്ടോ എന്ന് സംശയിക്കുന്ന രീതി തന്നെയാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വൻ സ്രാവുകൾ തന്നെ കുടുങ്ങും, അവർ 2 ദിവസത്തിനുള്ളിൽ കുടുങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ അന്വേഷണ സംഘം വ്യക്തമായൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ പ്രതിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യപ്രതിയായ പൾസർ സുനി എന്തായാലും താൻ മാത്രമല്ല ഇതിന് പിന്നിൽ ആളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന എന്ന ഒരു ഗൂഢാലോചന ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നിപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടാണ് പൾസർ സുനി താൻ മാത്രമല്ല ഇതിന് പിന്നിൽ മറ്റൊരു വൻ സ്രാവ് ഉണ്ട് എന്ന് പൾസർ സുനി വ്യക്തമാക്കുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പേരുകൾ പുറത്തേക്ക് വരും എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. സോമി, സിബി, കഴിഞ്ഞ ദിവസം പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇന്നിപ്പോൾ സുനിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇന്നിപ്പോൾ കാക്കാട്ട് ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ഇന്ന് പൾസർ സുനി വീണ്ടും ഈ കാര്യം പറഞ്ഞത്. കാരണം പൾസർ സുനി ഈ കാക്കാട്ട് ജയിലിൽ ഫോൺ വിളിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇന്നലെ കണ്ടെടുത്തിരുന്നു. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട കാക്കാട്ട് ജയിലിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഇത്തരത്തിൽ ഈ ഫോൺ വിളിച്ചതായി വ്യക്തമായത്. ഈ പൾസർ സുനി ജയിലിൽ നിന്ന് ആരൊക്കെ ഫോൺ വിളിച്ചു, അല്ലെങ്കിൽ എന്തിനാണ് ഫോൺ വിളിച്ചത്, എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ CCTV വഴി ഇന്നലെ പോലീസ് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല ഇത് വേണ്ടി വന്നാൽ വിദഗ്ധമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൾസർ സുനി കാക്കാട് ജയിലിൽ വെച്ച് നാദൃഷയെയും അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ദിലീപുമായി അടുപ്പമുള്ള ആളുകളെയും വിളിച്ചു എന്ന് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സഹതടവുകാരും വ്യക്തമാക്കിയത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ കാക്കാട് ജയിലിൽ പരിശോധന നടത്തുകയും പൾസർ സുനി ടവൽ കൊണ്ട് ഫോൺ മറച്ചു പിടിച്ച് വിളിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയും ഇത് കണ്ടെത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനി ജയിലിനുള്ളിൽ വെച്ച് ആരെയാണ് വിളിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ കൃത്യം നിർവഹിച്ചതിന്റെ പ്രതിഫല തുക ആവശ്യപ്പെട്ടതായി പൾസർ സുനി ആരോടോ ചോദിക്കുന്നതായി താൻ കേട്ടതായി ജിൻസൺ അടക്കമുള്ള സഹതടവുകാരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രതിഫല തുകയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം തനിക്ക് തോന്നിയില്ല. എന്നാൽ ഇത് നാദൃഷയെ അടക്കമുള്ളവരാണ് വിളിച്ചത് തനിക്ക് വ്യക്തമായതായും ജിൻസൺ പറഞ്ഞിരുന്നു. ജിൻസന്റെ രഹസ്യമൊഴിയിൽ ഇത് രേഖപ്പെടുത്തുകയും പീപ്പിൾ TV അടക്കമുള്ളവർ ഈ കാര്യം പുറത്തുവിടുകയും
ജിൻസൺ തന്നെ നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയെല്ലാമാണ് പൾസർ സുനിയെ വീണ്ടും ഈ ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കുകയും വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് വീണ്ടും ഇത്തരത്തിൽ വൻ സ്രാവുകൾ ഉണ്ട് എന്ന് വീണ്ടും ആവർത്തിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഉന്നതർ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആവാം ഒരു പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും ഈ സിനിമാക്കാരിലേക്കും ഈ കേസുകൾ നീങ്ങുന്ന ഒരു ഗൂഢാലോചന സംബന്ധിച്ച് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സ്വാമി സിബി, അത് തന്നെയാണ് ഗൂഢാലോചന പ്രഥമ പരിഗണന നൽകി പോലീസ് അന്വേഷിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള തെളിവുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. ഗൂഢാലോചന കൃത്യമായിട്ട് ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിക്കുകയോ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. വൻ സ്രാവുകൾ ഇനിയും പുറത്തു വരാനുണ്ട്, 2 ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും, അവർക്കൊപ്പം നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ഇനിയും സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അതിന്റെ ഒരു വ്യാപ്തി കൂടാനുള്ള ഒരു സാധ്യത കൂടിയാണോ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്? തീർച്ചയായും സ്വാമി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഈ തെളിവുകൾ ശേഖരിക്കുമ്പോൾ ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സെലിബ്രിറ്റി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു വലിയൊരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു പ്രത്യാഘാതം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് തിടുക്കത്തിൽ ഒരു അറസ്റ്റ് എന്നതിനപ്പുറമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് എല്ലാ തെളിവുകളും ശേഖരിച്ച് എല്ലാ പഴുതുകളും അടച്ച അന്വേഷണത്തിന് ശേഷം വ്യക്തമായ തെളിവ് സഹിതം മാത്രമേ ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുള്ളൂ. എന്തായാലും അത് ഉടൻ ഉണ്ടാകും, അധികം വൈകില്ല. DGP ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകും. അറസ്റ്റ് വേണമോ എന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ സംഘമാണ്. ഇവർ ഈ കാര്യം തീരുമാനിക്കുകയും അറസ്റ്റ് വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുമെന്ന് അന്വേഷണ DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ 3.5 മണിക്കൂർ നീണ്ട ഒരു അവലോകന യോഗം ചേർന്ന് ഈ അവലോകന യോഗത്തിൽ IG ദിനേന്ദ്ര കശ്യപ് നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ അന്വേഷണ ചുമതലയുള്ള പെരുമ്പാവൂർ CI അടക്കമുള്ളവർ, അല്ലെങ്കിൽ ആലുവ റൂറൽ SP അടക്കമുള്ളവർ, ക്രൈംബ്രാഞ്ച് SP അടക്കമുള്ളവർ. ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് പൾസർ സുനിയെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോയമ്പത്തൂരിൽ അടക്കം കൊണ്ടുപോയി തെളിവെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ പോലീസ് 5 ദിവസം കസ്റ്റഡിയിൽ വിട്ട് നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. തീർച്ചയായും സ്വാമി, ഇന്നലെ അങ്കമാലി കോടതിയിലും പോലീസ് ഈ പൾസർ സുനിയുടെ കസ്റ്റഡി ചോദിച്ചിരുന്നു. കാരണം ഈ പൾസർ സുനി ദിലീപിനെയും നാദൃശിനെയും ചോദ്യം ചെയ്തതിനു ശേഷവും പിന്നീട് വീണ്ടും പോലീസ് തെളിവെടുപ്പിലും പൾസർ സുനി ഫോണിൽ വിളിച്ചുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാണ് വ്യക്തമായി തെളിവായി പുറത്തേക്ക് വന്നിരുന്നു. ഒരു കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചിരുന്നെങ്കിലും അതിനുശേഷം ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന എന്ന ഗൂഢാലോചന കടന്നു വരികയും ഈ കേസിൽ പൾസർ സുനിക്ക് മാത്രമല്ല വേറെ പലർക്കും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനി കാക്കനാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയിരുന്നതായും അവിടെ ഒരു മെമ്മറി കാർഡ് കൈമാറിയതായും പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം നടക്കുന്ന ഫെബ്രുവരി 17-ാം തീയതിക്ക് മുൻപ് 2016 നവംബർ 23 മുതൽ ഉള്ള ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ പൾസർ സുനി 16 ഫോൺ കോളുകൾ വിളിച്ചതായും ഇതിൽ 4 ഫോൺ കോളുകൾ സ്ഥിരമായി ചില നമ്പറിലേക്ക് 4 ഫോണിലേക്ക് വിളിച്ചതായും കണ്ടെത്തിയിരുന്നു. ഇതിൽ ദിലീപുമായി അടുപ്പമുള്ളവരും അല്ലെങ്കിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി അടക്കമുള്ളവരെയാണ് ഈ 4 ഫോൺ കോൾ നമ്പറിലേക്ക് സ്ഥിരമായി വിളിച്ചതായി പോലീസ് കണ്ടെത്തിയത്. ഇതടക്കമുള്ളവ പൾസർ സുനിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ വിട്ടുകിട്ടണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ തെളിവുകളെല്ലാം വ്യക്തമായി കോടതിയിൽ ഹാജരാക്കി കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ പൾസർ സുനിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഒരു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഒരു അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കണമെങ്കിൽ എന്തായാലും കോടതിയെ ഇതിന് പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയതുകൊണ്ട് മാത്രമാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത്. കോടതിയെ കൃത്യമായി ഈ തെളിവുകൾ സഹിതം ഹാജരാക്കി അല്ലെങ്കിൽ വീണ്ടും പൾസർ സുനിയെ ചോദ്യം ചെയ്യണമെന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു കേസ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി
തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് പോലീസിന് എന്നുള്ളതാണ് ഇതിൽ വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് കോടതി വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി സമ്മതിക്കില്ല. എന്നാൽ കൃത്യമായി പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ആ തെളിവുകൾ അടക്കം കോടതിയിൽ ഹാജരാക്കി അല്ലെങ്കിൽ ആ കേസിന്റെ പശ്ചാത്തലം ഇപ്പോഴത്തെ നിർണായകമായ ഘട്ടം അതിനുശേഷം പോലീസ് നടത്തിയ തെളിവെടുപ്പും അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൾസർ സുനിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സ്വാമി സിബി, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്മാരായ നാദിർഷയെയും ദിലീപിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാവ്യയുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിലേക്ക് എന്തോ കൊടുത്തു എന്നുള്ള സഹതടവുകാരന്റെ ഒരു മൊഴിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്രാവുകളിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടോ ഇപ്പോൾ പോലീസിന് മുന്നിൽ? അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും സ്വാമി, ഈ വൻ സ്രാവുകൾ ആരെന്ന് പോലീസിന് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവരിലേക്ക് കൃത്യമായി എത്തുവാനുള്ള അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വേണ്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിന് പിന്നിൽ ആര്, ഈ കേസിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതാര്, ഈ കൃത്യത്തിന് പൾസർ സുനിയെ ഏൽപ്പിച്ചതാര്, അല്ലെങ്കിൽ പൾസർ സുനി നേരിട്ട് തന്നെ നടത്തിയത് കൃത്യമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഈ പൾസർ സുനിക്ക് നൽകിയ സന്ദേശം അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയതാര് എന്ന തരത്തിലുള്ള ഗൂഢാലോചന എല്ലാം പോലീസിന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തെ ഈ പൾസർ സുനി ഈ കൃത്യം നടത്തിയതിനു ശേഷം ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. എന്നാൽ പിന്നീട് താൻ അന്ന് ഹർത്താൽ ദിനമായതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് താൻ മാഡത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പൾസർ സുനി ഫോൺ കട്ടി പൾസർ സുനി പറയുകയാണ് ഉണ്ടായത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർ പൾസർ സുനിയുടെ 2 സുഹൃത്തുക്കൾ വന്ന് കണ്ടു എന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഈ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞ മാഡം ആരെന്നുള്ള ചോദ്യം പോലീസിന് മുന്നിലുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് കാക്കാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലേക്ക് എത്തുന്നത്. ഈ കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിൽ കാക്കാട്ട് ഷോപ്പിൽ താൻ പൾസർ സുനി അറസ്റ്റിലാകുന്നതിന് മുമ്പ് എത്തിയിരുന്നതായി പറഞ്ഞിരുന്നു. ഈ ദിലീപിനെ അന്വേഷിച്ചാണ് താൻ ഷോപ്പിൽ എത്തിയതെന്നും എന്നാൽ ദിലീപ് വീട്ടിലുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചതെന്നും ഈ കത്തിൽ പൾസർ സുനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം കാക്കാട്ട് ഷോപ്പിലേക്ക് നീങ്ങിയത്. ഈ കാക്കാട്ട് ഷോപ്പ് ഷോപ്പിലേക്കുള്ള അന്വേഷണമാണ് കാവ്യ മാധവന്റെ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലേക്ക് എത്തിയത്. ഈ ലക്ഷ്യ എന്ന സ്ഥാപനം കാവ്യയുടെയും കാവ്യയുടെ അമ്മയുടെയും പേരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മാഡം ആരെന്നുള്ള ചോദ്യമാണ് കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും വിലച്ചുകൊണ്ടത്. ഈ കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിന്നും ഒരു മെമ്മറി കാർഡ് ലഭിച്ചതായി പറയുന്നുണ്ട്. സഹതടവുകാരൻ തന്നെ ഈ കാവ്യയുടെ ലക്ഷ്യ സ്ഥാപനത്തിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് ലഭിച്ചതായി മൊഴിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മെമ്മറി കാർഡിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കൃത്യം നടക്കുന്ന ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പൾസർ സുനി പകർത്തുകയും ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് താൻ കായലിൽ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പൾസർ സുനി ആദ്യം മൊഴി നൽകിയത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ് തന്റെ അഭിഭാഷകനെ ഏൽപ്പിച്ചു എന്നാണ്. എന്നാൽ പിന്നീടാണ് അറിയുന്നത് കാക്കാട്ട് ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ കൊടുത്തു എന്നുള്ളത്. ഈ മെമ്മറി കാർഡ് പോലീസ് വീണ്ടെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഈ മൊഴിയുമായി പൊരുത്തപ്പെടുന്ന ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളെല്ലാം പോലീസിന് വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നടി കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും ഈ അന്വേഷണം നീളുന്നത്. സ്വാമി സിബി, അതായത് ഇപ്പോൾ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വിടുന്നത് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ ആണ്, അങ്ങനെയല്ലേ? ജയിലിൽ ഫോൺ വിളിച്ച കേസ് തന്നെയാണ്. കാരണം ഈ കാക്കാട്ട് ജയിലിൽ നിന്ന് പൾസർ സുനി നിരവധി തവണ നാദിർഷയും ഫോൺ വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏപ്രിൽ 20-ന് തന്നെ ഫോൺ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയ ദിലീപും നാദിർഷയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇവർ പ്രധാനമായി പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്നും 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ ദിലീപിന്റെ പേര് വലിച്ചിഴക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അയാളെ വിളിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത്. മാത്രമല്ല ഈ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ പേര് വലിച്ചിഴച്ചാൽ 2.5 കോടി രൂപ വരെ തരാൻ തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആളുകളുണ്ട്. അതിൽ നടിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. പ്രമുഖ ആളുകൾ തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖ നടിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ
ഈ 2.5 കോടി രൂപ തരാൻ തങ്ങൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് വിഷ്ണു എന്ന പേരിൽ വിളിച്ച് ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണി റെക്കോർഡ് അടങ്ങിയ ഒരു ടേപ്പ് സഹിതമാണ് ദിലീപ് ഈ പോലീസിനെ സമീപിച്ചത്. ഇതിന്മേലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് പൾസർ സുനി കാക്കാട് ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലും പൾസർ സുനി എന്തിനു വിളിച്ചു, ആരെയാണ് വിളിച്ചത്, ഇതിലെന്ത് ഗൂഢാലോചന നടത്തിയത്, വിളിച്ചെങ്കിൽ തന്നെ ഈ ഫോൺ വിളിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ എന്താണ് വഴിത്തിരിവുള്ളത്, അല്ലെങ്കിൽ ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി തന്നെ സഹായിച്ചവർക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണോ പൾസർ സുനി വിളിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയൊരു ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും പൾസർ സുനിയെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും പൾസർ സുനിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 5 ദിവസത്തെ കസ്റ്റഡിയിൽ പോലീസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. പ്രത്യേകമായ ചോദ്യാവലി തയ്യാറാക്കിയ തന്നെ പോലീസ് കൃത്യമായ ചോദ്യങ്ങൾ ആരായും. അതിന് മുന്നോടിയായി തന്നെയായിരുന്നു ഇന്നലെ യോഗം ചേർന്നത്. ആ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ പൾസർ സുനിയെ കസ്റ്റഡിയിൽ ചോദിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ നിർണായക ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങൾ തന്നെ പ്രതി കൃത്യമായി ഈ പോലീസ് വലയിലാകും എന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചതും. ഈ കോടതിക്ക് മുമ്പാകെ ഇങ്ങനെ ഒരു അപേക്ഷ നൽകി അത് അനുകൂലമായ ഒരു വിധിയോടെ തന്നെ പൾസർ സുനിയെ ഇപ്പോൾ പോലീസിന് 5 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചു. സിബി, അത് തന്നെയാണ് കേസ് അതിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് പൾസർ സുനി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അതായത് കൂടുതൽ വൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്ന തരത്തില്. ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടോ സുനി ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു എന്ന് കരുതാനാകുമോ? അത്തരത്തിലൊരു സംശയം അന്വേഷണ സംഘത്തിനും ഉണ്ടാകുമോ? സോമി, അത്തരത്തിൽ ഇനി നമുക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല. കാരണം പൾസർ സുനി നേരത്തെ ഈ കാക്കാട്ടെ ജയിലിൽ വെച്ച് എഴുതിയ കത്തുകളും അല്ലെങ്കിൽ പൾസർ സുനി നേരത്തെ പറഞ്ഞ മൊഴികളുമെല്ലാം ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ ഒരു മൊഴിയായിട്ടാണ് പോലീസ് ആദ്യം എടുത്തിരുന്നത്. അതിനത്ര ഗൗരവമായി അല്ലെങ്കിൽ പൾസർ സുനി ഉന്നത സെലിബ്രിറ്റി അടക്കമുള്ളവരെ കുറിച്ച് ഒരു സൂചന നൽകിയെങ്കിലും പോലീസ് അത് ഒരു വലിയ മുഖവലിക്ക് ആദ്യം എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണങ്ങളും ഫോൺ വിളികളും അതോടൊപ്പം തന്നെ കിട്ടിയ രേഖകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഈ പൾസർ സുനിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്യമുണ്ടെന്നും അല്ലെങ്കിൽ പൾസർ സുനിയുടെ മൊഴിയിൽ വാസ്തവമുണ്ടെന്നും പോലീസിന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കേസ് ആ രീതിക്ക് വ്യാപിക്കുകയും ചെയ്തത്. ഈ ഒരു അന്വേഷണം വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നിരവധി പേർ നടി കാവ്യ മാധവനും അമ്മയും അതോടൊപ്പം തന്നെ ദിലീപ്, നാദിർഷ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി അല്ലെങ്കിൽ മറ്റൊരു നടി എന്നിങ്ങനെ പുതിയ ആളുകളെ അല്ലെങ്കിൽ സെലിബ്രിറ്റി അടക്കമുള്ളവർ അല്ലെങ്കിൽ സിനിമാ ബന്ധം ഉൾപ്പെടെയുള്ളവ ഈ കേസിൽ പെട്ട് വന്നത്. ഇതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വരുന്നു. അത്തരത്തിൽ പിന്നെ നാദിർഷയുടെ ഫോൺ വിളികൾ വരുന്നു. ഈ ഫോൺ വിളി സന്ദേശവും ഇത് തന്ന ദിവസങ്ങളും അതോടൊപ്പം തന്നെ പൾസർ സുനി ഈ നടത്തിയ കൃത്യവും ഇതിനുശേഷം പൾസർ സുനി പോലീസിനെ വെട്ടിച്ച് നടന്ന കോയമ്പത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയതും അതോടൊപ്പം തന്നെ കാക്കാണ്ട് എത്തി എന്ന് പറയപ്പെടുന്നതും അതിനുശേഷം പൾസർ സുനി അറസ്റ്റിലാകുന്നതും അതിനുശേഷം ജയിലിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഫോൺ വിളികളും എല്ലാം കൂട്ടിവായിക്കുമ്പോൾ തന്നെ ഈ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പറഞ്ഞ ഒരു കാര്യം മാത്രമായി പോലീസ് കാണുന്നില്ല. മാത്രമല്ല ആദ്യം പൾസർ സുനി പറഞ്ഞത് താൻ സ്വയം ചെയ്തതാണ്, തനിക്ക് നടിയോടുള്ള വൈരാഗ്യം മൂലം താൻ ചെയ്തതാണെന്നാണ് ആദ്യം പൾസർ സുനി പറഞ്ഞത്. എന്നാൽ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൾസർ സുനിക്ക് ജാമ്യം കിട്ടാതെ വന്ന ഒരു സാഹചര്യമാണ് സുനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമാക്കാർക്ക് ഈ കേസിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തനിക്ക് നൽകിയത് കൊട്ടേഷൻ എന്ന സഹതടവുകാർ പറയുകയും ഈ സഹതടവുകാരാണ് പിന്നീട് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. ഇത് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പൾസർ സുനി അടക്കമുള്ളവരെ ജയിലിൽ നിരീക്ഷിക്കുകയും ഇവരുടെ സംസാരങ്ങളും ഇവരുടെ സഹതടവുകാരുടെ സംസാരങ്ങളെല്ലാം പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പൾസർ സുനിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ഇത് പൾസർ സുനി മാത്രം ചെയ്തതല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ആളുണ്ട് എന്ന് കൃത്യമായി പോലീസ് മനസ്സിലാക്കുകയും ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന എന്നൊരു സംഗതി കൂടി വരികയും ചെയ്യുന്നത്. എന്നാൽ ഈ ഗൂഢാലോചന ആരെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ പല സിനിമാ താരങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ ലൊക്കേഷനിൽ ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമ ലൊക്കേഷനിൽ ദിലീപിന്റെ ഒപ്പം
ദിലീപ് ഒപ്പം സെൽഫി എടുത്ത ഒരു ഹെൽത്ത് ക്ലബ്ബ് അംഗം എടുത്ത സെൽഫിയിൽ ഈ പൾസർ സുനി പതിഞ്ഞതായി നമ്മൾ തന്നെ ഫോട്ടോ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ദിലീപ് പറഞ്ഞത് ഈ പൾസർ സുനിയെ അറിയില്ല, താൻ കണ്ടിട്ട് പോലുമില്ല എന്നാണ്. അപ്പോൾ കഴിഞ്ഞ 13 മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിൽ ദിലീപ് നടത്തിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അതോടൊപ്പം തന്നെ നാദിർഷ ചില ഘട്ടങ്ങളിൽ അന്വേഷണത്തിലെ ചോദ്യം ചെയ്യലിന് സഹകരിക്കാത്തതും പോലീസിന് സംശയം ഉന്നയിച്ചു. മാത്രമല്ല ഇവരെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെ മാറ്റിയിരുത്തിയും അന്ന് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിന് മനസ്സിലായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല അന്ന് ഇവർ നൽകിയ ആ റെക്കോർഡ് സംഭാഷണത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതും പോലീസ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇവർ വിദഗ്ധമായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൽ ചില CCTV ദൃശ്യങ്ങൾ വ്യക്തതയില്ല. ആ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും കൂടുതൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പോലീസ് കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാനും വേണ്ടി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം കൂടി പൾസർ സുനിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും ശരിയായ ദിശയിൽ തന്നെ പോലീസ് അന്വേഷണം നീങ്ങുന്നതെന്ന് ഇന്നലെയും റൂറൽ SP AB ജോർജ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്നലത്തെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ നിർണായകമായ ഒരു കേസുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സോമി, ശരി. സിബി, നടിയെ ആക്രമിച്ച കേസിൽ വൻ സ്രാവുകൾ ഉണ്ടെന്ന് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. വീണ്ടും 2 ദിവസത്തിനകം തന്നെ സ്രാവുകൾ കുടുങ്ങും. താൻ സ്രാവുകൾക്കൊപ്പം നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നും സുനി പറയുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ജയിലിലെ ഫോൺ വിളി കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയപ്പോഴാണ് സുനിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ 5 ദിവസത്തേക്ക് സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.